ഒരു മിനിറ്റ്. എങ്ങനെ വീഴാൻ പോയാലും എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. ഹായ്, നമസ്കാരം. അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. മുരളിയേട്ടാ, രണ്ടുപേരും പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എവിടെയാണ് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഏകദേശം കേരളത്തിലെ എല്ലാവർക്കും മലയാളികൾക്ക് അറിയുന്ന ഒരു സ്ഥലമാണ് അപ്ഡേറ്റ് പാലം എന്ന് പറയും. അതായത് ഒരുപാട് സിനിമ ലൊക്കേഷനാണിത്. പഴയ കാലത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളുടെയൊക്കെ നല്ലൊരു ലൊക്കേഷനാണ് ഈ പറയുന്ന നമ്മുടെ അക്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്ഡേറ്റ് എന്ന് പറഞ്ഞ ഇതൊരു കനാലാണ്, വെള്ളം ഒരു ഇതാണ്. ഇതൊരു 30-35 അടി ഹൈറ്റിലാണ്, അതിന്റെ മുകളിൽ കൂടെയാണിത്. അപ്പൊ നമ്മൾ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് എങ്ങനെയാണ് സിക്സാക്ക് ഉപയോഗിച്ചിട്ട് ഇറങ്ങാനും കയറി എങ്ങനെയാന്നുള്ളതും കാട്ടി കൊടുക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഈ സിക്സാക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതിനൊക്കെ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. അത് നമുക്ക് ഇതേമാതിരിയുള്ള വീഡിയോ, അതായത് ഇത് മരം കയറാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സാധനമല്ല, ഹൈറ്റ് അതുപോലെ താഴ്ചയിലേക്കൊക്കെ ഇറങ്ങാനും അവിടെയുള്ള റിസ്കി ആയിട്ടുള്ള ജോലികൾ ചെയ്യാനും കൂടി ആയിട്ട് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ആയിട്ട് ഇറങ്ങാനും കയറാനും. അതായത് ഇപ്പൊ ഇന്നതിനൊന്നല്ല, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാനും കോറിക്ക് ഇറങ്ങിയാണെച്ചാലും മരത്തിൽ ഒരു മൾട്ടി ഫങ്ഷണൽ ടൂൾ ആണിത്. അതിന്റെ വീഡിയോന്റെ പല സൈസിലുള്ള വീഡിയോന്റെ ഭാഗമായിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ചെയ്യണത് എന്ന് വെച്ചാൽ ഇതിന്റെ സേഫ്റ്റി മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് എല്ലാ സാധനങ്ങളും ശ്രദ്ധിക്കണം. എല്ലാതും നമ്മൾ ഉപയോഗിച്ചിട്ടാണ് താഴത്തേക്ക് ഇറങ്ങുക. അപ്പൊ ഇത് കണ്ടിട്ട് അതുപോലെ ഒരു കാര്യം കൂടി, ഇനിയിപ്പോ ഞങ്ങള് മുരളിയേട്ടൻ പറഞ്ഞ ഞാൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു അപകടം പറ്റിയാൽ പോലും അതിന് പ്രാപ്തരായിട്ടുള്ള ആളുകൾ നമ്മളൊരു ടീം ഉണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു കയറെടുത്തിട്ട് ആരും പ്രാക്ടീസ് ഇല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്, ശ്രമിക്കരുത്. അത് തന്നെ ഇന്ന് നമ്മുടെ കൂടെ ചെയ്യുന്നത് നൗഷാദിക്കാണ്. നൗഷാദിക്ക ഇതിലെ എക്സ്പേർട്ട് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കി വെക്കാം. അതെ അതെ. ചേട്ടാ ഇറങ്ങിയാലോ? ഇവിടുന്നുള്ളത് എടുത്തോട്ടോ. അപ്പൊ മുരളിയേട്ടോ, നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആളുകൾക്ക് തോന്നും ഈ സാധനം വെച്ചിട്ട് ഇതൊക്കെ എന്തിനു കൊള്ളാം. ഇത് കണ്ടോ, ഞാൻ വേണമെങ്കിൽ പിടിക്കാതെ നിന്ന് കാണിച്ചു തരാം. രണ്ട് കൈയും വിട്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അത് വെറുതെ നമ്മൾ എന്താ പറയുക, ചങ്കൂട്ടത്തിന് മുകളിൽ മാത്രമല്ല, നമ്മള് ഈ റോപ്പ് എങ്ങോട്ട് പോയങ്ങനെ മുരളിയോട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് എന്തിട്ടാ, ഇത് ഞാൻ എന്തിട്ടാ നമ്മളിത് എന്തിനിട്ടേക്കണേ? ഇത് തിരിച്ചു കയറാനും ഇറങ്ങാനും, അതോടൊപ്പം അത് മാത്രമല്ല ഈ അഭ്യാസ പ്രകടനത്തിനൊക്കെ സേഫ്റ്റി ആണല്ലോ. ഈ സേഫ്റ്റിയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ട് അഥവാ ആൾ താഴെ പോവുകയാണെങ്കിലും ആ ആൾ സേഫ് ആയിരിക്കും. അതിന് വേണ്ടി സെക്കൻഡറി റോപ്പ് എന്നാണ് സംഭവം ഇട്ടേക്കണേ. അപ്പൊ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ. അതായത് മെയിൻ്റനൻസ് വർക്കുകൾ പോലുള്ള വർക്കുകളൊക്കെ നമുക്ക് ഈ സംഭവം വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ചെയ്യുന്ന പണിക്കാർക്കും തന്നെ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാം. അതായത് നമുക്കിവിടെ പെയിന്റ് അടിക്കണം, അല്ലെങ്കിൽ ഇവിടെ വൃത്തിയാക്കണം, അല്ലെങ്കിൽ തേപ്പ് പണി, എന്ത് പണിക്കും നമുക്കിത് ഇത് ഉപയോഗിച്ച് ചെയ്യുവാൻ ചെയ്യണ്ടോ, നമുക്ക് ഒരു ടെൻഷനും ഇല്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംവിധാനം ഇല്ല. അപ്പൊ നമ്മൾ ഡി ഷാക്കിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സേഫ് അല്ല. ഡി ഷാക്കിൾ ഏത് സമയത്ത് ഊർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഡി ഷാക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇറങ്ങാനേ കൊണ്ട് പറ്റുള്ളൂ, കയറൽ നടക്കില്ല. ഇത് ആക്സിഡന്റും ഡിക്സെൻഡറും ആണ്. കയറാനും ഇറങ്ങാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഞാനൊരു 30 അടി ഹൈറ്റിലും മുരളിയേട്ടൻ ഇപ്പോഴത്തെ ഒരു 35 അടി 34 അടി ഹൈറ്റിലും നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എയറിലും മുരളിയേട്ടൻ പാലത്തിലും. ഞങ്ങൾ ഈ വീഡിയോ ഉടനീളം കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ സാധനം കൊണ്ട് ഇങ്ങനെയും ഉപയോഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ജോലികൾ ചെയ്യുക. എത്രയോ ആളുകൾ ഇപ്പോഴും നമ്മളന്നൊരു വീഡിയോയിൽ കണ്ടില്ലേ, 5 പേര് കൂടിയിട്ട് അവർ മരത്തിന്റെ കമ്പ് ഇറക്കാൻ വേണ്ടി കമ്പ് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളെ സ്പൈക്കുകൾ ഇതുപോലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഇന്ന് പണി നമുക്ക് വിദേശികൾക്ക് മാത്രമേ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് തന്നെ നമ്മൾ ഏത് വീഡിയോയിൽ നമ്പർ കൊടുക്കാറുണ്ട്, എൻ്റെയോ മുരളിയേട്ടൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്പറൊക്കെ കൊടുക്കും. നമ്പറിൽ വിളിക്കുക, ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാം. നമ്മൾ ആർക്കും ഇത് പുറത്തൊന്നും കൊടുക്കാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ആർക്കും വേണം വിളിക്കാം, ആർക്കും കിട്ടും. എല്ലാവർക്കും എത്തണം ഇത്. അതിനു വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശ്വാസം, ഇതിന്റെ റോപ്പ് അതുപോലെ ഇതിന്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എത്ര വേണ്ട ഉറപ്പുണ്ട്, എത്ര ഉപയോഗിക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
അത്രയും ടാസ്ക് എടുത്തത് ചെയ്യുന്നതിന്റെ കാരണം അത് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടെ നമ്മളിത് ഇവിടെ ഇപ്പോൾ ഇത്രയും സമയം നമുക്ക് ഇറങ്ങുമ്പോൾ ആരിറങ്ങാണ്, ഞാനല്ല, ഇപ്പോൾ ഒരു പരിചയക്കുറവുള്ള ആളിറങ്ങാൻ പേടിക്കാനില്ലാത്തൊരു സ്ഥലത്താണ് ഇറങ്ങിയത്. ശരി, അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത് ഫുൾ മറ്റേ ഇതാണ്, പാലത്തിൻ്റെ ഏകദേശം ഒരു 20 അടി ഹൈറ്റ് കാണും അല്ലേ, 20 അടി താഴെ ഹൈറ്റ് എന്തായാലും ഒന്നും ഇല്ലാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിലൊക്കെ നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത്. അറിയോ, എന്താ പറയുക, ഇപ്പോൾ എയറിലാണ്. അപ്പോൾ എയറിൽ നിൽക്കാനുള്ള കാരണം പലരും നമ്മളോട് ചോദിക്കുന്നതാണ് ഈ സാധനം എന്തിനു ഉപയോഗിക്കുന്നതാണ്, എങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് പണികൾക്ക് മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഏറ്റവും ഇത്രയ്ക്ക് പോസിബിൾ ആയിട്ടില്ല, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇതൊന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ഉറപ്പ്, അതായത് ഈ സാധനത്തിന് എന്തോരം ഉറപ്പുണ്ടെന്നും ഈ റോപ്പുകൾക്ക് എന്താണ് ഇതിൻ്റെ ഉപയോഗം, ഇതിൻ്റെ ഉറപ്പൊന്നും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇത്ര ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനൊക്കെ കൂടി എടുത്തിട്ടാണ് ചെയ്യുന്നത്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. വേണ്ട, എങ്ങനെ വീഴാൻ പോയാലും എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, നമ്മൾ ഫ്രീ ആയിരിക്കും, നമ്മൾ സേഫ് ആയിരിക്കും. അതാണ് സിക്സാക്ക് ആക്സിഡന്റ്. നമുക്ക് എന്ത് അഭ്യാസം കാണിച്ചാലും നമ്മൾ താഴെ പോകൂല. അല്ലല്ല, അങ്ങനത്തെ പ്രശ്നത്തിൽ പെട്ടെന്ന് ഇറങ്ങുന്ന ഒന്നുമില്ല. കിട്ടുക അതെ. ആളുകൾക്കും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആക്സിഡന്റും കൂടിയാണിത്. അതായത് മുറിയേക്കാം, നമ്മൾ ഈ ഒഴുകുന്ന വെള്ളത്തിലേക്കൊക്കെ എന്തെങ്കിലും പോയാലേ, ഇപ്പോൾ വണ്ടി അപകടം ഇങ്ങനെ സമയത്തൊക്കെ റെസ്ക്യൂ പ്രവർത്തകർക്ക് അപ്പോൾ എല്ലാവരും രക്ഷാപ്രവർത്തകരും എല്ലാവരും വാങ്ങിക്കുക, ഉപയോഗിക്കുക. ഏകദേശം അതാണിത് ഫിഗറേറ്റ്. ചില ആൾക്കാർ ഫിഗറേറ്റ് പോരാണ്, ഫിഗറേറ്റ് ഇതിന് പറ്റില്ല, ഇറങ്ങാനും മാത്രമേ ഇറങ്ങാം പക്ഷെ കയറാൻ പറ്റില്ല. നമുക്ക് ചില സിറ്റുവേഷനിൽ കയറാൻ ഇറങ്ങാൻ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. ഇറങ്ങിയത് കുറച്ച് അധികമായി പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചേർത്തിന് ഇങ്ങോട്ട് കയറണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സാധനം നിർബന്ധമാണ്. പിന്നെ ഞാൻ ഈ സാധനം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഞാൻ തരുമോ, സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾ കൊടുക്കണം. എനിക്കതാ ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ. എല്ലാവരും ഉപയോഗിക്കണം, എല്ലാവരും പണിയിൽ സേഫ് ആവണം. മിഷൻ കംപ്ലീറ്റ് സക്സസ്, വിജയകരമായി നമ്മൾ ഇറങ്ങി അതേ വഴിക്ക് തന്നെ കയറി. അപ്പൊ മുരളിയേട്ടൻ എന്താ പറയുള്ളത് ഈ അവസരത്തില്? എന്തായാലും ഈ നിർമ്മാതാവ് നിലക്കൊന്ന് പറയണ്ടാവുമല്ലോ. നിർമ്മാതാവ് എന്നുള്ള നിലക്ക് പറയാനുള്ളത് ചെറുത് കാരണം നമ്മളെങ്ങനെ ചെയ്യുന്നല്ലോ, ഈശാക്കളില്ലേ അതും വടി ഉപയോഗിച്ച് ചെയ്തിരുന്ന ഇതൊന്നപ്പോ നമ്മുടെ പണി കൂടി എളുപ്പമായി. അല്ല, ഞാൻ ഞങ്ങൾ ഇതേമാതിരിയുള്ള ചെയ്യും, ചെയ്യാനല്ല, പക്ഷെ ഇത്ര ഇതിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം, അതോടൊപ്പം ചങ്കൂറ്റം വേണം, രണ്ടും കൂടെ വേണം. പോരാ, മൂന്നാമതൊരു സാധനം കൂടെ വേണം,
സുരക്ഷ. സേഫ്റ്റി നിർബന്ധം. അതെ, സേഫ്റ്റി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. മനോഹരമായ ലൊക്കേഷനിൽ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ ഇവരുടെ പരസ്യം മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ഒരുവിധം കമ്പനിക്കാരൊക്കെ ഈ സാധനം സിഗ്സാക് ആക്സിഡൻറ്റും ഒക്കെ വിൽക്കുന്നത് ഭയങ്കര റേറ്റിനാണ്, സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത റേറ്റിനാണ് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നതാണ് WPC വുഡ് പിക്കർ. മുരളിയുടെ കയ്യിൽ ഈ സാധനമുണ്ട്. എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും, എന്നെ വിളിച്ചാലും മുരളിനെ വിളിച്ചാലും ഒരേ റേറ്റ് നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പം ഞാൻ തന്നെ ഇത് ഇറങ്ങി തിരിച്ച് കയറാൻ കാരണം വെച്ചാൽ കാണുന്നവർ വിചാരിക്കും എൻ്റെ കയ്യിൽ ഈ സാധനം വേറെയാണോ, അല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെയൊന്നും പറ്റില്ലേന്ന്. അപ്പോൾ ഇതിനൊക്കെ പറ്റും. ഇതൊരു മൾട്ടി ഫങ്ഷണൽ യൂസുള്ള സാധനമാണിത്. അതായത് നമുക്കിപ്പോൾ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ, അതുപോലെ ഉയരത്ത് കയറാൻ, ബിൽഡിങ്ങിൽ കയറാൻ, ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങാൻ ഒക്കെ ഈ സാധനം ഉപയോഗിക്കാം. ഒരേ ഒരാൾ ഇറങ്ങാൻ, ഒരാൾ മുകളിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും എന്നതിന് തെളിവാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത് കാണിച്ചത്. കാരണം നമ്മൾ വെറുതെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നു കഴിഞ്ഞു ആൾറെഡി. അപ്പം നിങ്ങളെല്ലാവരും ഈ സാധനം വാങ്ങി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, മരമുറിക്കാർക്ക് വേണ്ടി മാത്രമല്ല ഇത്. മരമുറിക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ പറയുക, പണി ഒന്നുകൂടെ ഈസി ആവും, എളുപ്പമാവും. അല്ലാത്ത സുരക്ഷാ പ്രവർത്തകർ, അതുപോലെ ഈ അപകട രംഗത്തൊക്കെ വരുന്ന ആളുകൾ ഒക്കെ ഇത് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതുപോലത്തെ ഫുൾ ബോഡി സേഫ്റ്റി ബെൽറ്റ് ഊരുമായിരുന്നു. സേഫ്റ്റി ബെൽറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 2 ചാനലുകൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ മല്ലു വുഡ് പിക്കർ, WPC വുഡ് പിക്കർ എന്ന് പറഞ്ഞ ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കൂടെ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.